ഇനി നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ആദ്യ ചോദ്യം എണ്ണൽ സംഖ്യകളുടെ തുക 20 പദങ്ങളുടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 20 എന്ന് എഴുതാം. ഇനി സാധാ നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ തുക കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1/2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1. ഇനി ഈ ഇക്വേഷനിൽ നമുക്ക് എത്ര n എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? n എന്ന് പറഞ്ഞാൽ 1 മുതൽ 20 ടേംസ് ആണുള്ളത്. അപ്പോൾ 20 ഫസ്റ്റ് ടേം നമുക്കറിയാം, ലാസ്റ്റ് ടേം നമുക്കറിയാം. ഇനി അത് ഈ ഇക്വേഷന് കൊടുക്കുമ്പോൾ 1/2 ഇൻറ്റു n എത്രയാണ്? 20. എന്നിൻ്റെ അവിടെ 20 പ്ലസ് 1. ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 20 20. 20ൻ്റെ പകുതി 10 അല്ലേ? ഇൻറ്റു 20 പ്ലസ് 1 21. 21 ഇൻറ്റു 1 21. ഒരു 0 ഉണ്ട്, ആ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം 210. രണ്ടാമത്തെ ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ദി ഫസ്റ്റ് 20 ടേംസ് ഗോട്ട് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് by 5 and adding 1. Calculate also sum of first n terms. എണ്ണൽ സംഖ്യകളെ 5 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണക്കാക്കുക. ആദ്യത്തെ n പദങ്ങളുടെ തുക കണക്കാക്കുക. അപ്പോൾ എണ്ണൽ സംഖ്യകൾ നമുക്കറിയാം 1 2 3 4. എത്ര വരെയാണ് പറഞ്ഞിരിക്കുന്നത്? 20 വരെ. അപ്പോൾ 1 2 3 എക്സെട്ര 20 വരെ. ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ആ എണ്ണൽ സംഖ്യകളെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഓരോ സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 ഇൻറ്റു 5. 5 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടുക പ്ലസ് 1. രണ്ടാമത്തെ എഴുതുമ്പോൾ 2 ഇൻറ്റു 5 പ്ലസ് 1. മൂന്നാമത്തെ എഴുതുമ്പോൾ 3 ഇൻറ്റു 5 പ്ലസ് 1 എക്സെട്ര 20 ടേംസ് ആണുള്ളത്. അപ്പോൾ 20 ഇൻറ്റു 5 പ്ലസ് 1. 1 ഇൻറ്റു 5 5. 5 പ്ലസ് 1 6, 2 ഇൻറ്റു 5 10. 10 പ്ലസ് 1 11. 3 ഇൻറ്റു 5 15 പ്ലസ് 1 16 എക്സെട്ര. ഇനി 20 ഇൻറ്റു 5 100. 100 പ്ലസ് 1 101. ഇനി നമ്മളോട് തുക കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, x1 ഈക്വൽ ടു 6. ലാസ്റ്റ് ടേം xn ഈക്വൽ ടു ലാസ്റ്റ് ടേം എത്ര കണക്കിന് 20 അല്ലേ? 20ാമത്തെ ടേം നമുക്കറിയാം 101 ആണെന്ന്. അപ്പോൾ x20 സമം 101. ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. Sn ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. 20 ടേംസിൻ്റെ സമ്മാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിൻ്റെ അവിടെ 20 കൊടുക്കാം. S20 സമം 20/2 ഇൻറ്റു ഫസ്റ്റ് ടേം 6 പ്ലസ് 20ാമത്തെ ടേം xn 101. ഇനി 20/2 S20 ഈക്വൽ ടു 20/2 10 ഇൻറ്റു 101 പ്ലസ് 6 107 വരും. 107 ഇൻറ്റു 1 107. ഒരു 0 ഉണ്ട്, ഇട്ട് കൊടുക്കുക. അപ്പോൾ 1070. ഇനി നമുക്ക് ഈ ചോദ്യത്തിൽ ചെയ്യാനുള്ളത് ആദ്യത്തെ 20 പദങ്ങൾ തുകയാണ്. അപ്പോൾ 20 പദങ്ങൾ തുക കണ്ടുപിടിക്കാൻ നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. S ഈക്വൽ ടു 1/2 ഇൻറ്റു an ഇൻറ്റു n പ്ലസ് 1 പ്ലസ് nb. a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ആ സീക്വൻസ് എന്തായിരുന്നു? ഏത് സീക്വൻസിൻ്റെയാണ്? ഇവിടേക്ക് നോക്കി നോക്കൂ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ 5 ഗുണിച്ച് 1 കൂട്ടിയ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആണ് വേണ്ടത്. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 11 മൈനസ് 6. 11 മൈനസ് 6 സമം 5 കിട്ടി. ഇനി ബി എന്ന് പറഞ്ഞാൽ F മൈനസ് ഡി ആണ്. നേരത്തെ സീക്വൻസിൻ്റെ
ഫസ്റ്റ് ടേം 6, കോമൺ ഡിഫറൻസ് 5, 6 - 5 1. ഇനി ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്താൽ മതി. SN = 1/2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 5n അല്ലേ, ഇൻറ്റു n+1 അതുപോലെ എഴുതുക, പ്ലസ് NB, n ഇൻറ്റു ബി, n ഇൻറ്റു ബി, ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 1, n ഇൻറ്റു 1 ഈക്വൽ ടു 1 ഇൻറ്റു 5n, 5n/2 ഇൻറ്റു n+1 പ്ലസ് 1 ഇൻറ്റു n. ഇനി ഈ ഓരോ ടേമിനെയും ബ്രാക്കറ്റിലേക്ക് ഗുണിച്ചാൽ മതി. ആദ്യം 5n ഇൻറ്റു n, n ഇൻറ്റു n, n², അപ്പോൾ 5n²/2 പ്ലസ് 5n ഇൻറ്റു 1, 5n ഇൻറ്റു 1 5n/2 പ്ലസ് n. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതതുപോലെ തന്നെ എഴുതുക, 5n²/2 പ്ലസ് ഇതിൽ n ഉണ്ട്, ഇതിൽ n ഉണ്ട്, ആ n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ ആരുണ്ടാവുക, ഈ n പുറത്തേക്ക് എടുത്താൽ ഇവിടെ ഒരു 5/2 ഉണ്ടായിരിക്കും. ഇത് n പോയി, n കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 1 ഉണ്ടാവും, ഇൻറ്റു n ഉണ്ടാവും, ഈക്വൽ ടു. ഇനി ഇത് നമുക്ക് മാറ്റണം, 5/2 പ്ലസ് 1, ഇതിൽ 1 ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ചെയ്യുക, 1 ഇൻറ്റു 5 5, 1 ഇൻറ്റു 5 5, 2 ഇൻറ്റു 1 2, അപ്പോൾ 5 + 2/1 ഇൻറ്റു 2, 1 ഇൻറ്റു 2 2, 5 + 2 7/2. ഇതതുപോലെ തന്നെ എഴുതുക, 5n²/2 പ്ലസ് 7/2n. ഇനി ഇതിലും 1/2 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്, ആ 1/2 കോമൺ ആക്കി പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ 5n² ഉണ്ടാവും, ബാക്കി ഇവിടെ 7n ഉണ്ടാവും. ബ്രാക്കറ്റിൽ 5n² പ്ലസ് 7n. ഇതായിരിക്കും ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനുള്ള n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ. ഇതായിരിക്കും n പദങ്ങളുടെ തുക ആയിട്ട് വരിക. ഏഴാമത്തെ ചോദ്യം, ഹൗ മച്ച് മോർ ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 15, 21, 25, 27 etc. than the sum of the first 25 terms of the arithmetic sequence 7, 30, 19 etc. 7, 13, 19 തുടങ്ങിയ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങൾ തുകയേക്കാൾ എത്ര കൂടുതലാണ് 15, 21, 27 എന്ന ശ്രേണിയിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര പദങ്ങളാണ്, 25 ടേംസ് ഉണ്ട്. അപ്പം n = 25. ആദ്യത്തെ ശ്രേണി പറഞ്ഞിരിക്കുന്നത് ഏതാണ്, 15, 21, 27 etc. അപ്പോൾ ഈ രണ്ട് സീക്വൻസിൻ്റെയും പദങ്ങൾ തുക തമ്മിലുള്ള വ്യത്യാസം എത്ര കൂടുതലുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യ സീക്വൻസ് എഴുതി. ഇനി ഇക്വേഷൻ ഉണ്ടായിരുന്നു, എന്തായിരുന്നു, SN = 1/2 ഇൻറ്റു an ഇൻറ്റു n+1 പ്ലസ് NB. എ എന്ന് പറഞ്ഞ എന്താണ്, കോമൺ ഡിഫറൻസ്. അപ്പോൾ A = D = സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 21 - 15 = 6 കിട്ടി. ഇനി B എന്ന് പറഞ്ഞാൽ F - D ആണ്. അതിൽ ഫസ്റ്റ് ടേം സീക്വൻസിൻ്റെ 15 -6 = 9 കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. 25 പദങ്ങളാണ്, അപ്പോൾ എന്നിൻ്റെ അവിടെ എത്ര കൊടുക്കുക, 25 കൊടുത്തു നോക്കാം. S 25 = 1/2 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു n 25 ആണ്. n+1 എന്ന് പറയുമ്പോൾ 25 പ്ലസ് 1 പ്ലസ് n 25 ഇൻറ്റു B എന്ന് പറഞ്ഞ F - D 9. ഇനി 2ഉം 6ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യും. എങ്ങനെയാണ്, 1 × 2 = 2, 3 × 2 ആണ് 6, അപ്പോൾ ഇവിടെ 3 വരും. ബാക്കി ഇവിടെ ആരുണ്ടാവുക, 1 × 3 3 ഇൻറ്റു 25 ബ്രാക്കറ്റ് ഇട്ടാൽ അവിടെ അർത്ഥം എന്താണ്, ഇൻറ്റു ആണ്.
25 + 1 26 പ്ലസ് 25 × 9. ഇനി നമുക്ക് ഈ 25 × 3 ഒന്ന് ഗുണിച്ച് നോക്കാം. 25 × 3 3 × 5 15, ബാക്കി 1 2 3 6 1 7 75 വരും. ഇൻറ്റു 26 പ്ലസ് 25 × 9. ഇനി 75ഉം 26ഉം തമ്മിലൊന്ന് ഗുണിച്ച് നോക്കാം. 75 × 26 5 × 6 30, 0 ബാക്കി 3 6 × 6 37 42 42 3 45 പ്ലസ് 2 × 5 10 10ന് 0 ബാക്കി 1 2 7 14 1 15. കൂട്ടി വെക്കാം. 0 5 5 4 9 1 1950. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഗുണിച്ച 1950 പ്ലസ് ഇനി 25 × 9 25 × 9 5 × 9 45 45ന് 5 ബാക്കി 4 2 9 18 19 20 21 22 225 വരിക. ഇനി പ്ലസ് 225 ഈ രണ്ടുത്തരം തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 1950 പ്ലസ് 225 5 5 6 7 9 2 11 11 1 ബാക്കി 1 1 + 1 2. അപ്പോൾ ഉത്തരം 2175. ആദ്യത്തെ സീക്വൻസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 2175. ഇനി നമുക്ക് രണ്ടാമത്തെ സീക്വൻസ് നോക്കി നോക്കാം. രണ്ടാമത്തെ സീക്വൻസ് 7 13 19 എക്സെട്ര. ഇതിലും 25 പദങ്ങൾ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ നേരത്തെ ഏത് SN = 1/2 × AN × n+1 പ്ലസ് NB = A കണ്ടുപിടിക്കണം. A എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് 13 - 7 = 6. B എന്ന് പറഞ്ഞാൽ F - D ആണ്. F - D ഫസ്റ്റ് ടേം 7 മൈനസ് കോമൺ ഡിഫറൻസ് 6 7 - 6 1. ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 25 പദങ്ങളുടെ തുകയാണ്. അപ്പോൾ S25 = 1/2 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ 6 6 ഇൻറ്റു 25 ഇൻറ്റു 25 പ്ലസ് 1 പ്ലസ് N എത്രയായിരുന്നു? 25 ഇൻറ്റു B എത്ര വരുന്നത്? 1. ഇനി ഇത് ക്യാൻസൽ ചെയ്യാം. 1 × 2 2 3 × 2 6. അപ്പോൾ ബാക്കിയോടെ ഉണ്ടാവുക 1 × 3 3 ഇൻറ്റു 25 ഇൻറ്റു 25 + 1 26 പ്ലസ് 25 × 1 25. ഇനി ഗുണിച്ച് നോക്കാം. ആദ്യം 3 × 25 3 ഇൻറ്റു 25 3 5 15ന് 5 ബാക്കി 1 3 2 6 6 1 7. അപ്പോൾ ആദ്യത്തെ വരിക 75 വരും. ഇൻറ്റു ഒരു 26 ഉണ്ട് പ്ലസ് ഒരു 25 ഉണ്ട്. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. 25 ഇൻറ്റു 76 നമുക്ക് കിട്ടിയിട്ടുണ്ട് 1950. അപ്പോൾ 1950 പ്ലസ് 25 കൂട്ടിക്കഴിഞ്ഞാൽ 1975 വരും. ഇനി നമ്മളോട് രണ്ട് പദങ്ങൾ തമ്മിൽ എത്ര കൂടുതൽ എന്നാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം. അപ്പോൾ എങ്ങനെ ചെയ്യുക? രണ്ട് ടേം തമ്മിൽ കുറയ്ക്കുക. 2175 മൈനസ് 1975 5 - 5 0 7 - 7 0 1 9 പോവില്ല. കടെടുക്കുമ്പോൾ ഇവിടെ 11 വരും. ഇവിടെ 1 വരും. 9 കഴിഞ്ഞാൽ 10 11 2 1 പോയാൽ 0. ഡിഫറൻസ് എത്രയാണ്? 200 ആണ്. ആദ്യത്തെ സീക്വൻസിനേക്കാളും 200 കൂടുതലായിരിക്കും സെക്കൻഡ് സീക്വൻസിൻ്റെ പദങ്ങളുടെ തുക എന്ന് പറയുന്നത്. എഴുതി വെക്കാം. ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദ ഫസ്റ്റ്
sequence is 200 more than the second sequence. എട്ടാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയിലെ 10ാം പദം 50ഉം 21ാം പദം 75ഉമാണ്. ശ്രേണിയുടെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക കണക്കാക്കുക. The 10th term of an arithmetic sequence is 50 and the 21st term is 75. Calculate the sum of the first 30 terms of this sequence. അപ്പോൾ ഈ സീക്വൻസിലെ 10ാം പദം 10th ടേം തന്നിട്ടുണ്ട്. 10ാം പദം 50, പിന്നെ 21st ടേം 21ാം പദം തന്നിട്ടുണ്ട് 75ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 30 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. 30 പദങ്ങളുടെ തുക, അതായത് S13 ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കിതിൽ അറിയണമെങ്കിൽ സമ്മുള്ള ഇക്വേഷൻ എന്തായിരുന്നു? SN ഈക്വൽ ടു 1/2 ഇൻറ്റു AN ഇൻറ്റു N+1 ഇൻറ്റു +NB. അതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയണമെങ്കിൽ ഫസ്റ്റ് ടേമും അറിയില്ല, സെക്കൻഡ് ടേമും അറിയില്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? വായിച്ചു നോക്കൂ. പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു D ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഇതിന്ന് മലയാളത്തിലാണെങ്കിൽ സ്ഥാന വ്യത്യാസം ഈക്വൽ ഇൻറ്റു D ഈക്വൽ ടു പദവ്യത്യാസം. ഇതിന്ന് D എങ്ങനെ കണ്ടുപിടിക്കുക? D ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം. ഇതിനെ വന്ന് D കണ്ടുപിടിക്കണം. ഇൻറ്റു ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായി. പദവ്യത്യാസം 10th ടേം 50, 21st ടേം 75. അപ്പോൾ 75 മൈനസ് 50 ബൈ 21 മൈനസ് 10. 75 മൈനസ് 50 25 ബൈ 21 മൈനസ് 10 11. അപ്പോൾ കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു 25/11. കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റില്ല, പോയിന്റ് വരും, അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താം. ഇനി കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക എങ്ങനെ? ഫസ്റ്റ് ടേം നമുക്കിതിൽ 10th ടേമും അറിയാം, 21st ടേമും അറിയാം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി 10th ടേം അറിയാം അല്ലേ, 10ാം പദം അറിയാം. അതിന് കോമൺ ഡിഫറൻസ് എത്ര കുറച്ചാൽ മതി? 9 ഇൻറ്റു D കുറച്ചാൽ മതി. അതായത് ഫസ്റ്റ് ടേം 1ാം പദം കാണാൻ 10ാം പദത്തുനിന്ന് 10ാം പദത്തിൽ നിന്ന് 9D കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ ചെയ്ത് നോക്കാം. 10ാം പദം നമുക്ക് എത്രയെന്ന് അറിയാം, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 50 മൈനസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് D എത്രയാണ്? 25/11 ഈക്വൽ ടു 50 മൈനസ് 9 ഇൻറ്റു 25. 25 ഇൻറ്റു 9, 5 ഇൻറ്റു 9 45, 5 ബാക്കി 4, 2 9 18, ഒരു 9 2 18, 22, 225 വരിക. അപ്പോൾ 225/11. ഇനി ഇതിനിടയിൽ 1 ഉണ്ട് എന്ന് വിചാരിക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 50 ഇൻറ്റു 11, 50 ഇൻറ്റു 11 മൈനസ്, ഇവിടെ മൈനസ് ചിഹ്നമാണ്, 1 ഇൻറ്റു 225/1 ഇൻറ്റു 11. 50 ഇൻറ്റു 11, 11 ഇൻറ്റു 5 55, ഒരു 0 ഉണ്ട്, 550 മൈനസ്
1 ഇൻറ്റു 25 225 ബൈ 1 ഇൻറ്റു 11 11. ഇനി 550 മൈനസ് 225 കടത്ത് കഴിഞ്ഞാൽ ഇവിടെ 10 10 5 പോയാൽ 5, ഇവിടെ 4 2 പോയാൽ 2, 5 2 പോയാൽ 3. അപ്പോൾ 325 ബൈ 11 കിട്ടും. ഫസ്റ്റ് ടേം കിട്ടി 325 ബൈ 11. ഇനി ആ ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഒന്ന് എഴുതാം. SN ഈക്വൽ ടു 1/2 ഇൻറ്റു AN ഇൻറ്റു N+1 പ്ലസ് NB. ഇതിൽ നമുക്ക് കോമൺ ഡിഫറൻസ് A അറിയാം. A ഈക്വൽ ടു D ഈക്വൽ ടു 25 ബൈ 11. B ഈക്വൽ ടു F മൈനസ് D. നമുക്ക് കണ്ടുപിടിച്ച് ഫസ്റ്റ് ടേം കിട്ടി. എത്രയാണ്? 325 ബൈ 11 മൈനസ് കോമൺ ഡിഫറൻസ് 25 ബൈ 11 വരും. ഇനി താഴത്തെ ടേം ഡിനോമിനേറ്റർ ടേം സെയിം ആണ്. അപ്പോൾ നേരിട്ട് നമുക്ക് കുറയ്ക്കാം. 325 25 പോയാൽ ബാക്കി 300 ബൈ 11 നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം. ഇക്വേഷൻ കൂടി എഴുതാം. SN ഈക്വൽ ടു 1/2 ഇൻറ്റു AN ഇൻറ്റു N+1 പ്ലസ് NB ഈക്വൽ ടു 1/2 ഇൻറ്റു A നമുക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ 25 ബൈ 11 ഇൻറ്റു N എന്ന് പറഞ്ഞ് 30 പദങ്ങൾ തുകയാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30 ഇൻറ്റു 30 പ്ലസ് 1 പ്ലസ് 30 N 30 ഇൻറ്റു B എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 300 ബൈ 11 ഈക്വൽ ടു. ഇനി 30 ബൈയും കൂടി ചെയ്ത് നോക്കാൻ പറ്റും. അതായത് 30 ഹരിക്കാൻ 2, 30 ബൈ 2 എത്രയാണ്? 15 അല്ലേ? അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? 1 ഇൻറ്റു 25 25 ഇൻറ്റു 11 ഇൻറ്റു 30 പ്ലസ് 1 31 ബൈ ഒരു 11 ഉണ്ട്. ഇവിടെ ബാക്കി പ്ലസ്. ഇനി 30 ഇൻറ്റു 300 3 ഇൻറ്റു 3 9 3 0 അതിട്ട് കൊടുക്കുക. 1 2 3 0 ബൈ 11. ഇനി നമുക്ക് ഗുണിച്ച് നോക്കാം ഓരോന്നായിട്ട്. 25 ഇൻറ്റു 11 25 ഇൻറ്റു ഇവിടെ 30 ബൈ 2 അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്ന 11 ഇവിടെ എത്രയാണ്? 15 വരിക. അപ്പോൾ 25 ഇൻറ്റു 15 5 ഇൻറ്റു 5 25 25 5 ബാക്കി 2 2 ഇൻറ്റു 5 10 10 പ്ലസ് 2 12 പ്ലസ് 1 ഇൻറ്റു 5 5 1 ഇൻറ്റു 2 2 5 5 പ്ലസ് 2 7 1 പ്ലസ് 2 3 375 വരും. ആ 375 എത്രയായിട്ട് ഗുണിക്കണം? 31 ഗുണിക്കണം. ഇൻറ്റു 31 1 ഇൻറ്റു 5 5 1 ഇൻറ്റു 7 7 1 ഇൻറ്റു 3 3 3 ഇൻറ്റു 5 15 15 5 ബാക്കി 1 3 ഇൻറ്റു 7 21 21 3 22 22 2 ബാക്കി 2 3 ഇൻറ്റു 3 9 9 2 11 കൂട്ടി വെക്കാം. 5 7 കഴിഞ്ഞാൽ 8 9 10 11 12 12 2 ബാക്കി 1 3 2 3 പ്ലസ് 2 5 5 പ്ലസ് 1 6 ഇനി ബാക്കി 1 1. അപ്പോൾ ഇവിടെ മേലത്തെ സംഖ്യകൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 11625 ബൈ 11 പ്ലസ് ബൈ 11. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടി വെക്കാം. 11625 പ്ലസ് ബൈ 11. ഇനി രണ്ടും തമ്മിൽ കൂട്ടി വെക്കാം. 5 2 6 9 1 10 10 0 ബാക്കി 1 1 പ്ലസ് 1 2 20625 ബൈ 11. ഒന്ന് ഹരിച്ച് നോക്കാം. 20625 ഹരിക്കണം 11. ഒരു 11 11
കുറച്ച ഇവിടെ 10, 10 1 പോയ 9, 1 പോയ 0. ഇനി 11 9 പോവില്ല, 6 ഇറക്കിയിട്ട് 96 വരും. 8 × 11 88 ആണ്. 9 × 11 99. അപ്പോൾ 8 × 11 88 എടുക്കാം. കുറയ്ക്കുക, 6 നിട്ട് പോവില്ല, കടെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 8 കൂടെ 8 കൂട്ടിയുള്ള 16 വരിക. ഇവിടെ 8 നിട്ട് പോയ 0, 8. ഇനി ഇവിടെ 2 ഇറക്കിയിടുക. 82 കറക്റ്റായിട്ട് പോവില്ല, 77 പോവും. 7 × 11 77. കുറയ്ക്കാം, കടെടുക്കുക. ഇവിടെ 7 വരും. 7 കഴിഞ്ഞാൽ 8 9 10 11 12 5. 7 7 പോയ 0. ഈ 5 ഇറക്കിയിട്ട് അത് കറക്റ്റ് പോവും. 5 × 11 ആണ് 55. അപ്പോൾ ഉത്തരം വരിക 1875. ആദ്യത്തെ 30 പദങ്ങളുടെ തുക 1875. ഇതോടെ ഈ പാഠത്തിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ പാഠങ്ങളുണ്ട്, സർക്കിൾ വരയ്ക്കുന്ന ഒരു പാഠം, അത് എടുക്കാം. അതുവരേക്കും ബായ്.